മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുമെന്ന് തമിഴ്നാട് മന്ത്രി ഐ പെരിയസ്വാമി. DMK ഭരണത്തിൽ തമിഴ്നാട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും. റഹീസ്, മന്ത്രിയുടെ ആഗ്രഹം അങ്ങ് പറഞ്ഞതാണോ അതോ എന്താണ് ആ പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഔദ്യോഗിക സ്വഭാവമുണ്ടോ റഹീസ്? അശ്വിൻ, നിലവിൽ തമിഴ്നാട്ടിന് കൃത്യമായിട്ടുള്ളൊരു വീക്ഷണമുണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട്. അത് ജലനിരപ്പ് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. അത് DMK വൃത്തങ്ങളൊക്കെയും പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഈ DMK വക്താവ് ഇളങ്കോവനുമായി നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോഴും അവർ അതിൽ അഡമൻ്റാണ്. കൃത്യമായി ജലനിരപ്പിൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ ഡാമിൽ നിന്ന് ഈ പറയുന്ന തമിഴ്നാടുകാർക്ക് വെള്ളം എത്തിക്കണം, അതിൻ്റെ കർഷക ഗ്രാമങ്ങളിലേക്കൊക്കെ വെള്ളം കൊടുക്കണം, അത് കേന്ദ്ര ഉത്തരവ് എങ്ങനെയാണോ അത് തന്നെ പാലിച്ചു പോകണം എന്നതടക്കമാണ് പറഞ്ഞു വരുന്നത്. നിലവിൽ ജലനിരപ്പ് ഉയർത്തണം എന്നുള്ളത് സത്യത്തിൽ കേരളത്തിനൊരു പ്രകോപനപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. അത്തരത്തിൽ കൂടിയാണ് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് എങ്കിൽ തമിഴ്നാടിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും ആർക്കും കൊടുക്കില്ല, നമ്മൾക്ക് അവകാശപ്പെട്ട വെള്ളം ആർക്കും കൊടുക്കില്ല എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തേനി ജില്ലകളിലൊക്കെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടമുണ്ടായിരുന്നു. അവിടെ എത്തിയ ആളുകളെ കാണുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ തമിഴ്നാട്ടുകാരുടെ ഒരു ചിരകാല സ്വപ്നമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുക എന്നുള്ളത്. അത് DMK ഭരണത്തിൽ തന്നെ അത്തരത്തിലൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പെട്ടെന്നൊരു നീക്കം ഉണ്ടാകും എന്ന് ഇതുവഴി പറയാൻ കഴിയില്ല. എന്നാലും DMKയുടെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ആഗ്രഹം അത് തന്നെയാണ്. എന്തായാലും അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നു. ഈ ഘട്ടത്തിൽ മുല്ലപ്പെരിയാറിൽ തമിഴ്നാടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളം നൽകിയ ഒരു ഉറപ്പിന്മേലാണ് ഈ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച കേരള മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്കൊക്കെ പിന്നാലെയാണ് ഈ ഒരു കേരളം ഇത്തരത്തിലൊരു അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ അനുമതി നൽകിയതിന് പിന്നാലെ കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വരുന്നു. കുറച്ച് പ്രകോപനപരമായ ഒരു കമന്റുകളാണ് പറയുകയാണ് തമിഴ്നാട് മന്ത്രി റഹീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അവിടെ മഴ ഒന്ന് കനക്കുമ്പോൾ മുല്ലപ്പെരിയാർ എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ അല്ല, കേരളത്തിൻ്റെ ഒന്നാകെയുള്ള വലിയ ആശങ്കയാണ്. അവിടുത്തെ ജലനിരപ്പിന് അടിക്കണക്ക് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചങ്കിടിപ്പിനെ കണക്കുമായി നേർക്കുന്ന ബന്ധമുള്ളതാണ് അവിടുത്തെ അടിക്കണക്ക്. അത് 152 അടിയാക്കി ആക്കും എന്ന് മന്ത്രി വെറുതെ പറഞ്ഞാൽ പോരല്ലോ. അത് ഇടപെടണമെങ്കിൽ സർക്കാർ ഇടപെടട്ടെ. അതിൻ്റെ വിശദീകരണമോ അല്ലെങ്കിൽ നമ്മുടെ അതൃപ്തിയോ ഒക്കെ അറിയിക്കണമെങ്കിൽ അറിയിക്കേണ്ടതാണ്. അറിയിക്കട്ടെ.